പാലക്കാട് ജില്ലയിലെ ഏകദേശം ഒരു 70-80 ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. സാധാരണയായി ഇത് കാളികാവുകൾ, അതായത് ഭഗവതി കാവുകളിലാണ് പഴയകാലം തൊട്ട് ഒരു ആചാരം എന്ന രീതിയിലാണ് ഈ കൂത്ത് നടത്തുന്നത്. തുടക്കകാലത്ത് ഏകദേശം 200-300 കൊല്ലം മുമ്പ് ഈ തുടങ്ങുന്ന സമയത്ത് ഈ കാവുകളിലൊന്നും ഈ വിധത്തിലുള്ള ഉത്സവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തോൽപ്പാവക്കൂത്തിന് തുടങ്ങി തോൽപ്പാവക്കൂത്ത് അവസാനിക്കുന്ന ദിവസം ചെറിയ ചെറിയ ചടങ്ങുകളായി വളർന്നു വന്നതാണ് ഈ പാലക്കാട് ഭഗവതിയിലെ ഭൂരിപക്ഷം ഉത്സവങ്ങളും. പഴയകാലത്ത് സിനിമകളും മറ്റുള്ള ഈ എന്റർടൈൻമെന്റിനൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് കാണാനും കേൾക്കാനും ഒക്കെ നിരവധി ആൾക്കാരുണ്ടായിരുന്നു മാടത്തില്. ഇന്നത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അപൂർവം ചില കാവുകളിൽ മാത്രമാണ് ഈ തോൽപ്പാവക്കൂത്ത് കാണാൻ ആളുള്ളൂ. ചില കാവുകൾ ഒറ്റ ആളില്ലാത്ത ഭാഗത്തും ഈ തോൽപ്പാവക്കൂത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഭഗവതിക്ക് കാണാനുള്ള ഈ ഒരു കലാരൂപം എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ തോൽപ്പാവക്കൂത്ത് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ തോൽപ്പാവക്കൂത്തിൽ കലാകാരന്മാർ പറയുന്ന ഭാഷ അത് എന്താണെന്ന് പുറത്തുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ തോൽപ്പാവക്കൂത്ത് പഴയ കാലത്തെ പോലെ യഥാർത്ഥ തോൽപ്പാവക്കൂത്ത് നടത്താനുള്ള കലാകാരന്മാരും യഥാർത്ഥത്തിൽ വന്ന ഇന്ന് ഒരാളും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് തോൽപ്പാവക്കൂത്ത് പോകുന്നത്. പിന്നെ ഇത് പഠിച്ചുണ്ടാക്കണമെങ്കിൽ 10-25 കൊല്ലം പഠിച്ചാലും ഒരു തോൽപ്പാവക്കൂത്ത് കലാകാരന് ഒരു കാവിൽ നിന്ന് കിട്ടുന്നത് 1000 രൂപ കിട്ടണമെങ്കിൽ ദേശ കമ്മിറ്റിക്കാരുടെയും ക്ഷേത്ര കമ്മിറ്റികളുടെ കാല് പിരിഞ്ഞ് കരയേണ്ടി വരും. പിന്നെ ആ ഒരു ദുരന്തം, അതായത് സാമ്പത്തിക ശേഷി ഇല്ലാത്തതും മാന്യമായിട്ടുള്ള വേതനം കിട്ടാത്തതൊക്കെ ഈ തോൽപ്പാവക്കൂത്തിന്റെ ഇല്ലാതാവാനുള്ള ഒരു കാരണമാണ്. മാത്രമല്ല ഇത് നടത്തുന്നത് രാത്രി നേരങ്ങളിലാണ്. പഴയ കാലത്തൊക്കെ കൃഷി സമ്പ്രദായമുള്ള കാലത്തൊക്കെ ആണെങ്കിൽ പകൽ ഒഴിവായിരുന്നു. ഇന്ന് അതുമല്ല. ഈ പിറ്റേ ദിവസം തൊഴിലിന് പോകുന്ന പണിക്ക് പോകുന്ന ആൾക്കാർ മുഴുവൻ കാവുകളിലൊന്നും കൂത്തുവന്ന് ഇനി കാണാനും വരില്ല. ഇത് മുമ്പോട്ട് പോകുന്ന കാര്യം കുറച്ചും കൂടി സംശയമാണ്.